ഹായ് മച്ചന്മാരെ, ഞാൻ നിങ്ങളുടെ വിഷ്ണു മനക്കോട്ടെ ഡോട്ട് ഫോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സ്പ്ലെൻഡറിൻ്റെ ഹെഡ്ലൈറ്റ് ബൾബ് മാറുന്നൊരു വീഡിയോ ആണ്. അതിന് ആദ്യം ചെയ്യേണ്ടത് ഫ്രണ്ടിലത്തെ ഈ മോപ്പ് അടിച്ചു മാറ്റുക. അതിനുവേണ്ടി ഈ 10-ൻ്റെ 2 ബോൾട്ട് ആണ് ആ ഒരു മോപ്പിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് നമ്മളൊരു 10-ൻ്റെ ടീ ഉപയോഗിച്ച് അടിച്ചു മാറ്റുകയാണ്. 10-ൻ്റെ ടീ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. രണ്ട് സൈഡിലും ആ 2 ബോൾട്ടുകളും ഊരി. ഇതാണ് ഒരു ബോൾട്ട്. ഇപ്പുറത്തെ സൈഡിലെ ബോൾട്ടും നമ്മൾ ആ ടീ ഉപയോഗിച്ച് ഊരിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഊരിയെടുത്തു. അതിനുശേഷം ഈ മോപ്പ്, ഹെഡ്ലൈറ്റിൻ്റെ മോപ്പ് ഒന്ന് ഊരിയെടുക്കുക. പിന്നെ വരുന്നത് 12-ൻ്റെ ബോൾട്ടാണ്. രണ്ട് സൈഡിലായിട്ടും 12-ൻ്റെ ബോൾട്ട് വരുന്നുണ്ട്. അത് നമ്മൾ ഒരു 12-ൻ്റെ സ്പാനറോ അല്ലെങ്കിൽ റിങ്ങോ ടീ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പാനർ ഉപയോഗിച്ച് നമ്മൾ ഊരിയെടുക്കുക. 12-ൻ്റെ ബോൾട്ടാണ് വരുന്നത്. നമ്മൾ 12-ൻ്റെ ഡബിൾ എൻഡ് സ്പാനറാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അത് ഒരു സൈഡിലുള്ള ബോൾട്ട് നമ്മൾ ലൂസ് ചെയ്ത് ഊരിയെടുത്തു. അതിനുശേഷം ഇപ്പോഴത്തെ സൈഡിലെ ബോൾട്ടും നമ്മൾ ആ സ്പാനർ കൊണ്ട് ലൂസ് ചെയ്തിട്ട് ഊരിയെടുക്കുകയാണ് ചെയ്യുന്നത്. 12-ൻ്റെ ടീ സ്പാനർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് ആ ബോൾട്ട് ഊരിയെടുക്കാം. നമ്മുടെ പെട്ടെന്ന് 12-ൻ്റെ ഡബിൾ എൻഡാണ് കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ ഡബിൾ സ്പാനർ കൊണ്ട് അത് ഊരിയെടുത്തു. അതിനുശേഷം ഹെഡ്ലൈറ്റ് അസംബ്ലി ഊരിയെടുക്കുക. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ക്ലാമ്പിനകത്ത് കുറച്ച് വയറൊക്കെ ഇരിപ്പുണ്ട്, ഇൻഡിക്കേറ്ററിൻ്റെയൊക്കെ വയർ ഇരിപ്പുണ്ട്. അതൊന്ന് ഊരി മാറ്റി. ഇതാണ് ഹെഡ്ലൈറ്റിൻ്റെ കണക്ഷൻ വരുന്നത്. ഇതാണ് 3 പിൻ കണക്ഷനാണ്. അത് ഊരി ആ ഒരു ഡസ്റ്റ് സീലുണ്ട്, പൊടി അകത്തോട്ട് കയറാതിരിക്കാനുള്ള പൊടിയും വെള്ളമൊക്കെ, അത് നമ്മൾ ഊരി മാറ്റി. എന്നിട്ട് ഹെഡ്ലൈറ്റ് ഉറപ്പിച്ചിരിക്കുന്ന ഈ ക്ലാമ്പിനകത്താണ്. ഈ ക്ലാമ്പ് നമ്മൾ പ്രസ് ചെയ്ത് ഊരിയെടുക്കുന്ന ക്ലാമ്പാണ്. ഇതാണ് ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് വരുന്നത്. ഒരു പോയിൻ്റ് പോയി. ഇതാണ് ഹെഡ്ലൈറ്റിൻ്റെ പുതിയ ബൾബ്. ഒരു 140 രൂപ വില വരുന്നുള്ളൂ. ഹെഡ്ലൈറ്റ് ബൾബിൻ്റെ വോൾട്ടും വാട്ട്സും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 വോൾട്ടും 35 വാട്ട്സുമാണ് ഹെഡ്ലൈറ്റ് ബൾബിൽ വരുന്നത്. അപ്പോൾ ആ ഒരു പോയിൻ്റ് വാട്ട്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹെഡ്ലൈറ്റ് ബൾബ് നമ്മൾ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു വലിയ ഭാഗമുണ്ട്. അത് വലിയ ഭാഗത്തിൻ്റെ ആ ഒരു സ്ലോട്ടിലോട്ട് തന്നെ കറക്റ്റായിട്ട് കയറ്റി വെക്കുക. അതിനുശേഷം ഈ ഒരു ക്ലിപ്പ് ഒന്ന് പ്രസ് ചെയ്ത് അകത്തോട്ട് കയറ്റി ഇടുക. അത്രയേ ഉള്ളൂ. പിന്നെ ഡസ്റ്റ് കയറാനുള്ളൊരു സീലുണ്ട്, അത് കയറ്റി വെക്കുക. 3 പിന്നിൻ്റെ കണക്ഷനാണ് വരുന്നത്. കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ ലൈറ്റ് കറക്റ്റായിട്ട് വർക്കാവത്തില്ല. അത് നമ്മൾ കറക്റ്റായിട്ട് കുത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ക്ലാമ്പിലോട്ട് ആ ഫ്രണ്ടിലത്തെ ഇൻഡിക്കേറ്ററിൻ്റെ വയറെല്ലാം കൂടി ഒന്ന് കറക്റ്റായിട്ടൊന്ന് കയറ്റി വെക്കുക. എന്നിട്ട് ഹെഡ്ലൈറ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കറക്റ്റായിട്ട് വെക്കുക. 12-ൻ്റെ ബോൾട്ടാണ് വരുന്നത്. ആ ഹോളൊന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് ആ ബോൾട്ടുകൾ പിടിപ്പിക്കുക. ഒരു സൈഡിലെ പിടിപ്പിച്ചു. അതിനുശേഷം ഇപ്പുറത്തെ സൈഡിലെ കൈ കൊണ്ട് ആ ഹോളൊന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് തന്നെ ആ ബോൾട്ട് നമ്മൾ സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ 12-ൻ്റെ സ്പാനർ ഉപയോഗിച്ച് ഇരുവശത്തിലെയും ബോൾട്ടുകൾ മുറുകി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹെഡ്ലൈറ്റ് മുറുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അത് കറക്റ്റായിട്ട് നേരെ തന്നെ വെച്ച് മുറുകി കൊടുക്കുക. ഒരുപാട് താത്തും പൊക്കിയും വെച്ച് മുറുക്കാതെ കറക്റ്റ് നേരെ തന്നെ വെച്ചിട്ട് ആ 2 ബോൾട്ടുകളും മുറുക്കുക. ഒരു സൈഡിലെ ബോൾട്ട് നമ്മൾ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലെ ബോൾട്ട് ആ സ്പാനർ ഉപയോഗിച്ച് നമ്മൾ ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ടൈറ്റ് ചെയ്യരുത്, അത് ത്രെഡ് പോകാൻ ചാൻസ് കൂടുതലാണ്. അതിനുശേഷം നമ്മൾ ഈ ഹെഡ്ലൈറ്റിൻ്റെ ട്യൂബ് എടുത്തിട്ട് കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊന്ന് കയറ്റി വെച്ചിട്ട് ആ 10-ൻ്റെ ബോൾട്ട് ആണ് വരുന്നത്. ആ ബോൾട്ടുകൾ രണ്ടും ആ ഹോളൊന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം 2 സൈഡിലും ആദ്യം കൈ കൊണ്ട് പിടിപ്പിക്കുക. കൈ കൊണ്ട് പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആ ടീ സ്പാനർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ത്രെഡ് കറക്റ്റ് ആവത്തില്ല. കൈ കൊണ്ട് കറക്റ്റായിട്ട് പിടിപ്പിച്ചു. അതിനുശേഷം നമ്മൾ ടീ സ്പാനർ ഇട്ട് മുറുക്കുക. ഒരുപാട് മുറുക്കല്ല, അത് പ്ലാസ്റ്റിക്കാണ്, പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. 2 സൈഡിൽ നമ്മൾ മുറുകി കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കാൻ മറക്കണ്ട. നമ്മളെല്ലാം സെറ്റ് ചെയ്തു. അതിനുശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഹെഡ്ലൈറ്റിൻ്റെ 2 പോയിൻറ്റും കറക്റ്റായിട്ട് വർക്കാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ.